സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഒരു പ്രോബ്ലം കൂടി നോക്കാം. The question is the piston of an IC engine. IC engine നമ്മൾ കഴിഞ്ഞ ഇതിൽ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിലൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് എൻജിൻ ഡിസ്കസ് ചെയ്ത് അതേ വർക്കിംഗ് തന്നെയാണ് IC എൻജിൻ, ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ. മൂവ്സ് വിത്ത് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് ഒരു IC എൻജിൻ്റെ പിസ്റ്റണിന് സിമ്പിൾ ഹാർമോണിക് മോഷനാണുള്ളത്. ഓക്കെ, ദ ക്രാങ്ക് rotates at 420 rpm. Crank means the rotating member, and the stroke length is 40 centimeter. Then you have to find out velocity, acceleration of the piston when it is at a distance of 10 centimeter from the mean position. Mean position നിന്ന് 10 centimeter away ആവുമ്പോൾ velocity, acceleration ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഒരു റഫ് ഫിഗർ വരച്ചു നോക്കാം. ഒരു ക്രാങ്ക് ഈസ് ദ ഷോർട്ടസ്റ്റ് മെമ്പർ ഓർ റൊട്ടേറ്റിംഗ് മെമ്പർ. ഇങ്ങനൊരു ക്രാങ്ക് ഉണ്ട്. ക്രാങ്കിൻ്റെ RPM തന്നിട്ടുണ്ട്. ഇത് OA. ദെൻ ഇതിൻ്റെ മുകളിലൊരു പിസ്റ്റൺ കണക്ട് ചെയ്തിട്ടുണ്ട്. പിസ്റ്റൺ ഹൊറിസോണ്ടലി മൂവ് ചെയ്യും. ഇതാണ് ക്രാങ്ക്, ഇതിനാണ് റൊട്ടേഷൻ ഉള്ളത്. ദെൻ ഈ ക്രാങ്കും പിസ്റ്റണും കണക്ട് ചെയ്യുന്ന റോഡിനെയാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കണക്റ്റിംഗ് റോഡ് ഉണ്ട്. ഇത് ക്രാങ്കിൻ്റെ റേഡിയസ്, ഇതിന് റൊട്ടേഷൻ ഉണ്ട്, പ്യുവർ റൊട്ടേഷൻ ഒമേഗ. ഓക്കെ, ദിസ് ദ പിസ്റ്റൺ. ഈ പിസ്റ്റണിനാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉള്ളത്. ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് പിസ്റ്റൺ ടു ആൻഡ് ഫ്രോ ഡയറക്ഷനിൽ, ഈ ഡയറക്ഷനിൽ ഹൊറിസോണ്ടലി ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതാണ് പിസ്റ്റൺ. ഇതൊരു സിലിണ്ടറിൻ്റെ ഉള്ളിലാണ്. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സിലിണ്ടർ ഒന്നും കാണിച്ചിട്ടില്ല, പിസ്റ്റൺ മാത്രമേ കാണിച്ചുള്ളൂ. ഈസ് ദ പിസ്റ്റൺ. ഓക്കെ, ഇതിന് ടു ആൻഡ് ഫ്രോ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷനാണ്, ഇതിൻ്റെ വെലോസിറ്റി, ആക്സിലറേഷനാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ദെൻ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദ സ്ട്രോക്ക് ലെങ്ത് ഈസ് 40 centimeter. സ്ട്രോക്ക് ലെങ്ത് മീൻസ് ഇതിന് ട്രാവൽ ചെയ്യുന്ന, ഈ പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്ന മാക്സിമം ഡിസ്റ്റൻസ് ഇതാണ് 40 centimeter തന്നിട്ടുള്ളത്. സോ പിസ്റ്റൺ, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ പിസ്റ്റൺ ഈസ് 40. ഇങ്ങനെയാണ് വെച്ചോ. ഇതിന് മാക്സിമം ഈ എൻഡ് വരെ പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഈ സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ്. സോ ദിസ് ലെങ്ത് ഈസ്, സ്ട്രോക്ക് ലെങ്ത് ഈസ് ഗിവൺ ആസ് L is equal to 40 centimeter. ഓക്കെ, പിസ്റ്റണിന് ഇതാണ് അതിൻ്റെ എക്സ്ട്രീം പൊസിഷൻ. ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെ, ഈ ലെങ്ത്തിൻ്റെ ഇടയിലെ ഇതിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ഇൻ ബിറ്റ്വീൻ പൊസിഷനായിട്ട് അസ്യൂം ചെയ്തു. ഓക്കെ, നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് find the velocity and acceleration of the piston when it is at a distance of 10 centimeter from the mean position. So ഇതിൻ്റെ mean position ഇവിടെയാണെങ്കിൽ, സപ്പോസ് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ഇവിടെയാണെങ്കിൽ, ഇതാണ് ഇതിൻ്റെ മീൻ പൊസിഷൻ എങ്കിൽ, ഇവിടെ നിന്ന് ഒരു 10 centimeter, ഈ ഡിസ്റ്റൻസ് ഒരു 10 centimeter ആണെങ്കിൽ, ഈ പൊസിഷനിലുള്ള വെലോസിറ്റി, ആക്സിലറേഷൻ ആണ് കാണാൻ പറഞ്ഞത്. 10 centimeter മീൻ പൊസിഷനിൽ നിന്ന് ഒരു 10 centimeter എവേ ഉള്ളപ്പം ഉള്ള വെലോസിറ്റി, ആക്സിലറേഷൻ ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിസ്റ്റൺ, ഞാൻ പിസ്റ്റണിൻ്റെ മൂവ്മെൻറ്റ് മാത്രം ഒന്ന് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ, ഈ സംഭവം മാത്രം ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ, പിസ്റ്റൺ ഇങ്ങനെ 2 പോയിൻ്റ്, ഇതാണ് എക്സ്ട്രീം പോയിൻ്റ്, ഇതാണ് ഈ ലെങ്ത്തിൻ്റെ ഉള്ളിലാണ് പിസ്റ്റൺ ട്രാവൽ ചെയ്യുക. അതാണ് നിങ്ങളെ സ്ട്രോക്ക് ലെങ്ത്ത് L എന്ന് പറഞ്ഞത്, 40 centimeter. ഓക്കെ, ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും ഇതിൻ്റെ മീൻ പൊസിഷൻ ഉണ്ടാവുക. സപ്പോസ് ഇതാണ് ഇതിൻ്റെ മീൻ പൊസിഷൻ എന്ന് വിചാരിച്ചു. പിസ്റ്റൺ സെൻറ്റർ പോയിൻ്റ് ഇതാണ്. ഓക്കെ, മീൻ പൊസിഷനിൽ നിന്ന് ഒരു 10 centimeter എവേ ആകുമ്പോൾ, അപ്പം കറക്റ്റ് നമുക്കറിയില്ല ഈ സൈഡിലാണോ എന്ന് അറിയില്ല. അപ്രോക്സിമേറ്റ്ലി ഞാനൊരു 10 centimeter ഇവിടെ എടുത്തു. ഈ ഒരു പൊസിഷനിൽ പിസ്റ്റൺ വരുമ്പം, അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 10 centimeter ആണ്. ഈ പൊസിഷനിലുള്ള velocity acceleration. ഇതാണ് നിങ്ങളോട് കാണാൻ പറയുന്നത്. If the piston is at
10 centimeter from the mean position. You have to calculate the velocity and acceleration. ഇതിൽ ഒരു പോയിന്റ് നോട്ട് ചെയ്യാനുള്ളത്, IC എൻജിൻസിൽ അല്ലെങ്കിൽ ഇങ്ങനെ റെസിപ്രോക്കേറ്റിംഗ് മെഷീനിൽ ഈ സ്ട്രോക്ക് ലെങ്ത്തും ഈ റേഡിയസ് ഓഫ് ക്രാങ്കും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, R. ഓക്കെ, എപ്പോഴും ഈ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ L ഈസ് ഈക്വൽ ടു 2 ടൈംസ് R ആയിരിക്കും. അതായത് ഈ ഡയമീറ്ററിന് ഈക്വൽ ആയിരിക്കും. ആ അത്രയും ഡിസ്റ്റൻസേ ഇവിടെയും ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദിസ് ലെങ്ത്, സ്ട്രോക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു ദിസ് diameter of the crank or 2 times crank radius. So അത് ഓർമ്മിച്ച് വെക്കുക. അതൊരു IC എൻജിൻ അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് എൻജിനിൽ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. സ്ട്രോക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു L ഈസ് ഈക്വൽ ടു 2 ടൈംസ് ക്രാങ്ക് റേഡിയസ്. ഓക്കെ, നമുക്ക് ആവശ്യമുണ്ട് L ഈസ് ഈക്വൽ ടു 2 ടൈംസ് ക്രാങ്ക് റേഡിയസ്. സോ L എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ L എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നതെന്ന് വെച്ചാൽ ഇവിടെ നോട്ട് ചെയ്യാം. L ഈസ് ഈക്വൽ ടു സ്ട്രോക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0.4 മീറ്റർ ആണ്. L ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ ക്രാങ്കിൻ്റെ റൊട്ടേഷൻ ഓഫ് ക്രാങ്ക് ഈസ് ഈക്വൽ ടു N ഈസ് ഈക്വൽ ടു 420 RPM ആണ്. ക്രാങ്കിൻ്റെ റൊട്ടേഷൻ തന്നിട്ടുണ്ട് 420 RPM. ദെൻ ഡിസ്റ്റൻസ് X, എവിടെയാണ് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ഫ്രം മീൻ പൊസിഷൻ, അതായത് 0.1 മീറ്റർ ഫ്രം മീൻ പൊസിഷൻ. ഈ പൊസിഷനിലുള്ള വെലോസിറ്റി, ആക്സിലറേഷൻ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നൗ RPM തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ N കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്രാങ്കിൻ്റെ ഒമേഗ കണ്ടുപിടിക്കാൻ പറ്റും. വി നോ ദ റിലേഷൻ ബിറ്റ്വീൻ RPM ആൻഡ് ഒമേഗ. ഒമേഗ ഈസ് ഈക്വൽ ടു 2πN/60 ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഇക്വേഷനാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു 420/60 എന്ന് വരും. ഇറ്റ്സ് ഈക്വൽ ടു 2π ഇൻറ്റു 420/60 ഇറ്റ്സ് ഈക്വൽ ടു 43.98 radian/second. സോ ഒമേഗ കിട്ടി. ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റിലേഷൻ വെച്ചിട്ട്, അതായത് L സ്ട്രോക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ക്രാങ്ക് റേഡിയസ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ക്രാങ്ക് റേഡിയസ് L തന്നിട്ടുണ്ട്. സോ R എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോ ആ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താം? ക്രാങ്ക് റേഡിയസ് R ഈസ് ഈക്വൽ ടു L/2 എന്ന് വരും. ഇസ് ഈക്വൽ ടു 40/2 is equal to 20 centimeter. Radius of crank is equal to 20 centimeter or 0.2 meter. Radius of crank is equal to 0.2 meter എന്ന് കിട്ടും. ഇനി ആറും കിട്ടി. അതായത് ഈ മാക്സിമം എക്സ്ട്രീം പൊസിഷൻ, ഈ മീൻ പൊസിഷൻ ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടി. R മീൻസ് ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ എക്സ്ട്രീം പൊസിഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സ്ട്രീം പൊസിഷൻ. ഈ പോയിന്റും ഈ പോയിന്റും, അതപ്പോൾ എക്സ്ട്രീം പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ R കിട്ടി, Xും അറിയാം. So you can calculate velocity. Now velocity is equal to omega into root of R square minus X square is equal to 43.98 into root of 0.2 square minus 0.1 square is equal to 7.62 meter per second. Similarly, acceleration is equal to omega square R is equal to 43.98 square into R, 0.1. So the acceleration is 193.42 meter per second square. Okay. ടെക്സ്റ്റ് ബുക്കിൽ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ട് ബാക്കി പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഞാൻ തൽക്കാലം ഈ പ്രോബ്ലം വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ.